ഈ വിവേകിത എവിടെ പോയി കിടക്കാ? എഴുന്നേറ്റ് കാണൂല. അതെങ്ങനെ രാത്രി ഉറക്കൂലല്ലോ? ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴല്ലേ ഒന്ന് ഉറങ്ങണത്. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. വേടാ സുശീലടത്തി പണ്ട് ഇവരുടെ വീടിന്റെ മുന്നിൽ ആണുങ്ങളുടെ ചെരുപ്പ് കണ്ടാലേ മറ്റുള്ളവർ മിണ്ടാതെ മാറി നിൽക്കും. അത്രയ്ക്ക് വിശാല മനസ്കരായിരുന്നു സുശീലടത്തിയും അവരുടെ കസ്റ്റമേഴ്സും. അതൊക്കെ ഒരു കാലം, ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നൊക്കെ പറയുന്ന പോലെ. എന്താണ് 10-65 വയസ്സായ സുശീലത്തിന് പോലും വെറുതെ വിടൂലേ? അവരെ വെറുതെ വിട്ട 3 പേരുള്ളൂ ഈ നാട്ടില്. അതാര്? അത് നമ്മൾ 3 പേരാണ്. അപ്പൊ നിന്റെ അച്ഛനും അത് വിളിച്ചു. നിനക്ക് ഏതെങ്കിലും ഒരു തന്റെ നമ്പർ കിട്ടിയ അത് പറ. ഓരോരുത്തരെ കിട്ടിയാണ്ട് ഇന്ന് സമയം കളയാതെ വിളിക്കടാ. ക്രിസ്റ്റി എന്നാണ് അയാളുടെ പേര് നെറ്റിൽ കിടക്കണത്. എന്നാ ക്രിസ്റ്റി മാമ അല്ലേ ചോദിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. ഹലോ, അതെ ക്രിസ്റ്റിയാണ്. എന്ത് നെറ്റ് നിന്റെ നമ്പറാണെന്നോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. സംഭവമൊക്കെ സൂപ്പറാണ്. ഒരു 10,000 രൂപ, അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് റൂം റെന്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചെറിയ സ്നാക്സ് എല്ലാവരും വരും. അല്ല, നിങ്ങൾ എന്താ വരുന്നത്? ഓ എന്ന് ചെല്ലുമെന്ന് വരുന്നു. അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഇതേ ദിവസം വരാം. ആ ഉച്ചകഴിഞ്ഞ് 3 മണി. ഓക്കെ. ഓ ഒരു മാന്യൻ, വളരെ നല്ല മനുഷ്യൻ. ഒരു പെങ്ങളുണ്ടായിരുന്നു കെട്ടിച്ചു കൊടുക്കാൻ. അതെ, അളിയനും അളിയനും ചേരുമല്ലോ. രണ്ടുപേരും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. അപ്പൊ ഒന്ന് സന്തോഷത്തിന്റെ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായിട്ടും. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്ന അടുത്ത ആഴ്ച നമ്മൾ തകർക്കും. ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ നടത്തും. എന്താ സംശയം ഉണ്ടാ? സംശയം 10,000 രൂപ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ്. നന്നാക്കാൻ തന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത 4-5 സൈക്കിൾ ഉണ്ട് ഇവിടെ. അതെടുത്ത് വിൽക്കാം. അതിന്റെ ഉടമസ്ഥർ വന്നാലല്ലേ അതപ്പം നോക്കാം. അമ്പലത്തിൽ 4-5 മൊന്തൂരിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് വിൽക്കാം. ഗുഡ് ഐഡിയ. എന്നാലും കാശ് അധികമില്ല. പിന്നെ നിന്റെ ലാപ്ടോപ്പ് വിൽക്കാം. എന്താ ഓണദുഷ്ട, എന്റെ ജീവിതമാർഗോടത്. തൽക്കാലം നീ അത് വിൽക്ക്. നിന്റെ സൈറ്റ് ക്ലിക്കായി നമുക്ക് വേറെ മേടിക്കാലോ. വിൽക്കാലേ? ആ ഇപ്പൊ നമ്മുടെ കാര്യം നടക്കട്ടെ. എന്നാലും പൈസ തകയെന്ന് തോന്നുന്നു കേട്ടോ. അതിനൊക്കെ വഴി ഉണ്ടാക്കാടാ. നീ ഇപ്പൊ അതെടുത്ത് അടിച്ചേ. രൂപയുടെ പെണ്ണെന്നൊക്കെ പറഞ്ഞ നല്ല ആറ്റം ചരക്കായിരിക്കും അല്ലേ? പിന്നല്ലാതെ നമ്മ തകർക്കും. അതെ, ഒരു ലാപ്ടോപ്പ് കൊടുക്കാണ്ടായിരുന്നു. ഇവിടെ എടുക്കുമോ? ഏതിൻ്റെ കാണിച്ചേ നോക്കട്ടെ. HP ആണ്. കാണിച്ചേ. എത്ര രൂപ കിട്ടും? ഒരു 3 രൂപ. ആ എടുക്ക്. പിടിച്ചേട്ടാ. ഇത്രേ ഉള്ളോ? റബ്ബർ ഷീറ്റാ വേണ്ടേ? 10 വയസ്സ് ഗുണമില്ലാത്തവരെ സാധനമായിട്ട് വരും. പൈസ തികയില്ലല്ലോ. സാരമില്ല, നാളെ വേറൊരു പണിയുണ്ട്. ശരിയാണ്. കിട്ടിയ